ദിവസമായില്ലേ വീഡിയോ ഒക്കെ കണ്ടിട്ട്, കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇനി ഞങ്ങളൊന്ന് ചുമ്മാ ഒന്ന് വെളിയിൽ കറങ്ങാൻ വേണ്ടി പോന്നു. വേറെ ഒന്നുമല്ല, ലണ്ടനായി മെയിൻ സെൻട്രൽ ലണ്ടനിലൊന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ചേട്ടൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെയും കൊണ്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ കുറേ വട്ടം പോയതാണ്. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോവുമല്ലോ, ഒന്നും കൂടെ എല്ലാം വീഡിയോ ഒന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ ലണ്ടനിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ UK വരുന്നവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ കുറച്ച് ഇൻഫർമേഷൻ ആവുമല്ലോ എന്ന് വിചാരിച്ചു. നമ്മളിന്ന് ട്രെയിനിലാണ് പോയത്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ആൻഡ് അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ക്യൂവും അത്രയ്ക്കുണ്ടായിരുന്നു. പോരാത്തതിന് നല്ല പൊരിഞ്ഞ വെയിലും. കണ്ടില്ലേ, ഇത് അവിടത്തേക്കുള്ള ക്യൂ ആണ്. ആൻഡ് ദിസ് ഈസ് ദ എൻട്രൻസ്. ലെറ്റ്സ് ഗോ ആൻഡ് സീ വാട്ട് ഈസ് ഇൻസൈഡ്. പല സെക്ഷൻസ് ആയിട്ടാണ് റോയൽറ്റീസ്, സെലിബ്രിറ്റീസ്, ഫേമസ് പീപ്പിൾ അവരുടെയൊക്കെ സ്റ്റാച്യൂസ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ലുക്ക് റിയൽ. ബട്ട് ഞാൻ എല്ലാവരും പ്രോപ്പർ ആണെന്ന് പറയില്ല. ബട്ട് മെജോറിറ്റി ഓഫ് ദം ലുക്ക് എക്സാക്ട്ലി ദ സെയിം. സെലിബ്രിറ്റീസ് അല്ലാതെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂസും ഇവിടെ ഉണ്ട്. സ്റ്റാർ വാർസ് ക്യാരക്ടേഴ്സ്, മാർവൽ ക്യാരക്ടേഴ്സ്, അങ്ങനെ എല്ലാം നൈസായിട്ട് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് റിയലി നൈസ് ടു സീ. സർപ്രൈസിംഗ്ലി ഇവിടെ ഫേമസ് മേർഡേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂസും അവരുടെ സ്റ്റോറീസും ആൻഡ് ഹൗ ദേ കിൽഡ് പീപ്പിൾ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയും ഫേമസ് ആയ കുറേ ആളുകളുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇവർ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന ട്രെയിൻ റൈഡാണ്. അത് UK ഡിഫറെൻറ്റ് സെഞ്ചുറീസ് ഓഫ് ഹിസ്റ്ററിയിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി, അവർ നമ്മളെ കൊണ്ടുപോയിക്കോളും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്. കാരണം എഫേർട്ട് നമ്മൾ ഇടണ്ടല്ലോ. ഓരോ ടൈം പീരീഡ് ചേഞ്ച് ആകുമ്പോൾ അതിൽ വന്ന ഡിഫറൻസ് നമുക്ക് ഡെഫിനറ്റ്ലി നന്നായിട്ട് ഫീൽ ആകും. വിത്ത് ദ ചേഞ്ചസ് ഇൻ ലൈറ്റിംഗ്, ഡ്രസ്സിങ് ആൻഡ് ഈവൻ മ്യൂസിക്. ആൻഡ് ഇതെല്ലാം അവർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ സെക്ഷൻ നമ്മൾ കൂടുതലും കണ്ടത് മാർവൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് ദർ വാസ് എ 3D ഷോസ് ഓഫ് മാർവൽസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഐ വുഡ് സജസ്റ്റ് ദിസ് പ്ലേസ് ടു എവ്രി വൺ അറ്റ്ലീസ്റ്റ് ഫോർ വൺ ടൈം വിസിറ്റ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായിരുന്നു. അപ്പം ഞാൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ. നിയർലി 2 hours കൂടുതലും നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കയറിയാൽ ടൈം പോകുന്ന വഴി അറിയത്തില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായതുകൊണ്ട് നല്ല ഈസി ആയിരുന്നു. ബട്ട് ദ ഫുഡ് വാസ് റിയലി ഗുഡ്. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യും. ആൻഡ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ശുഭദിനം.